അത് ഞങ്ങൾ അന്തരേച്ചിക്ക് വാങ്ങിക്കൊടുക്കുന്നതാണ്. ചേച്ചിന്റെ ബർത്ത്ഡേക്ക് വാങ്ങിക്കൊടുക്കാൻ. ഞങ്ങളിപ്പോ സ്കൂൾ ഷോപ്പിംഗ് എന്തൊക്കെ സാധനം ചെറുപ്പത്തിൽ വാങ്ങണം ആഗ്രഹിച്ച ഒരുപാട്. ഇത് ഞാനാ ഫെയറി. അതെ, ഞാനാണ് ഈ ഫെയറി. ശങ്കരന്റെ വീടേക്ക് ഈ സാധനം വാങ്ങുമ്പോൾ കെട്ടാൻ കിട്ടുന്നതിന് എത്ര രൂപ? ഇതിന് പൈസ കൊടുക്കണ്ട ഗൈസ്. മിച്ചർ വാങ്ങുമ്പോൾ ഫ്രീ ആയിട്ട് കിട്ടും. അതിന് ഇതിലെത്ര റേറ്റ്? എത്ര? 30 രൂപ. ശങ്കരന് എത്ര പൈസ വേണ്ടി വന്നു? ശങ്കരട്ടും ഫ്രീ ആയിട്ട് 199 രൂപയ്ക്ക് ലോക്കൽ ഡയറി. അത് ഞങ്ങൾ നേരത്തെ കണ്ടു. സോറി, ചാർട്ട് പട്ടി പറയട്ടെ. ഞങ്ങളിപ്പോൾ സഞ്ചരിക്കുന്നത് ഞാനാടുത്തത് ഞാനായിട്ടുള്ളൂ. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മളിപ്പോൾ ഉള്ളത് പാമ്പാടി രാജൻ പുതുപ്പള്ളി ആരാ? കേശവൻ ഉറപ്പല്ലേ? പാമ്പാടി രാജൻ പുതുപ്പള്ളി. ബട്ട് ഞാൻ ആരെ ഫാനറിയോ? ഞാൻ ഫാനാണോ പറയാ? ആരെ ഫാനാ? പാമ്പാടി രാജൻ എനിക്ക് ഇഷ്ടമാണ്. പുതുപ്പള്ളി കേശവൻ ഇഷ്ടമാണ്. എന്തിനാ കാണാൻ പോയി? ഞാൻ ആരെ ഫാനറിയോ? ആരാ? അരിക്കൊമ്പന്റെ കർണൻ തോന്നി. ഞങ്ങളിപ്പോൾ ഉള്ളത് ഞങ്ങളുടെ ഡ്രീം വേൾഡിലാണ്. ഞങ്ങൾ ചെറുപ്പകാലത്തെ ഡ്രീം വേൾഡിലാണ് ഞങ്ങളുള്ളത്. അതായത് ഞങ്ങൾ ചെറുപ്പത്തിൽ സ്വപ്നം കണ്ട ഞങ്ങൾ ചെറുപ്പത്തിൽ സ്വപ്നം കണ്ട ഞങ്ങൾ മൊത്തമായിട്ട് വാരി കൂട്ടണമെന്ന് വിചാരിച്ച് ഞങ്ങൾ എത്തിപ്പെടണമെന്ന് വിചാരിച്ച ഒരു സ്ഥലത്താണത്. പക്ഷെ നമുക്ക് ചെറുപ്പത്തിലുള്ള അത്രയും എക്സൈറ്റ്മെന്റ് ഇപ്പൊ ഇല്ല. പക്ഷെ ഞങ്ങൾ ചെറുപ്പത്തിൽ വാങ്ങാൻ പറ്റത്തിന് സങ്കടം. ഇപ്പൊ പൈസ ഒക്കെ ഉള്ളതുകൊണ്ട് ഇപ്പൊ അത്ര എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട്. ചെറുപ്പത്തിലെക്കാട്ടും കൂടുതൽ ഓവർ എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഞാൻ കാണിച്ചു തരാം എന്തുകൊണ്ട്. അപ്പൊ നിങ്ങൾക്കും ഇത് കാണുന്ന സമയത്ത് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നിങ്ങൾക്ക് ചെറുപ്പത്തിൽ വാങ്ങാൻ പറ്റിയും ഇപ്പോൾ ഈ വ്ളോഗ് നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടായ ഒരു അസുര വിത്താണ്. നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവും ഈ സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ ഉള്ളത്. കാരണം നിങ്ങൾ കുറെ ക്യൂട്ടായിട്ടുള്ള സാധനം ഞങ്ങൾ എല്ലാത്തും ഓടിപ്പോയി തെരഞ്ഞ് കണ്ടുപിടിച്ച് അവിടെ പോയിട്ട് നോക്കും. ചെറിയ ചെറിയ കുഞ്ഞു സാധനങ്ങൾ. പക്ഷേ എന്താണ്, ഞങ്ങൾ ചെറുപ്പത്തിൽ ആഗ്രഹിച്ച കുറേ സാധനങ്ങളുണ്ട്. നിങ്ങൾക്കും കാണിച്ചത് നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വ്ളോഗ് ബാക്കി കാണുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ബാക്കി കാര്യത്തിലേക്ക് ഇത് ഞാൻ കൂടെ നോക്കൂ കേട്ടോ. ഇത്രയും ഫുൾ സാധനങ്ങൾ കണ്ടോ കണ്ടോ. എന്ത് കാണിക്കുന്നത്? ഇങ്ങാരാ? ഓ ഐ സി. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഗൈസ്. ഫുൾ ചെറിയ സാധനങ്ങൾ നമുക്ക് ഇങ്ങനെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് എനിക്ക് മീൻസ് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയ കുറേ സാധനങ്ങളുണ്ട്. ഇതിനൊക്കെ തന്നെ ഇതാ ഹലോ കിറ്റി. ഈ സാധനം കണ്ടോ? ഇത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമായി. ഞാൻ വാങ്ങും. വണ്ടി കയറുന്നില്ലേ? വണ്ടി ഗിയർ ഡൗണേ. അടുത്തതായിട്ട് നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ഇപ്പോഴത്തെ ഡ്രീം വേൾഡിലാണ്. മൈക്കി ഡബർ. നമ്മളിപ്പോൾ കുട്ടികൾ പരിഷ്കാരികളായ കുട്ടികൾ റേസർ അങ്ങനെയൊക്കെ പറയും. മൈക്ക് ഡബർ. ചേച്ചി മറ്റേ വീഡിയോ ഒക്കെ ചെയ്യുന്ന ആളല്ലേ? അതെ ഞാൻ തന്നെ. ബ്ലോഗർ നന്ദന. അന്തരേച്ചിക്ക് വാങ്ങിക്കൊടുക്കുന്നതാണ് ഗൈസ്. നമ്മുടെ പാൻറ് ഗൈസ്. ഗൈസ് അന്തരേച്ചി സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്.
എനിക്ക് ഇഷ്ടമാണ് ഫ്ലഷി ഡ്രസ്സ്. ഞാനില്ല എന്തിനാ വെച്ചാൽ ഈ ഇങ്ങോട്ട് പറയാൻ കാര്യം പറയാം, ഇങ്ങനത്തെ ടോയ് ഇല്ലേ, ഇങ്ങനത്തെ ഫ്ലഷി ഇതല്ല, ഇത് ഫ്ലഷി അല്ല, അങ്ങനത്തെ ടോയിൻ്റെ അങ്ങനത്തെ ടോയ് ഞാൻ ഇതിൽ മീഷോയിൽ ലൈക്ക് ചെയ്ത് വെച്ചിട്ട് എന്തിനാണെന്ന് അറിയോ? അല്ല, എന്തിനു നോക്കി ചേച്ചീൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങിക്കൊടുക്കാൻ. പക്ഷെ ഞാനത് വാങ്ങിക്കൊടുക്കൂല ഗൈസ്, ചിലപ്പം വാങ്ങിക്കൊടുക്കും. സ്ലൈം ഗൈസ്. ചേച്ചി പ്രസവിക്കുമ്പോൾ പെൺകുട്ടീനെ പ്രസവിക്കണം. ഇതല്ല, ഇതിങ്ങനത്തെ വാങ്ങി. നന്ദത്തെ പ്രസവിക്കുമ്പോൾ പെൺകുട്ടീനെ പ്രസവിച്ചോ? അത് വാങ്ങണം. തൊട്ട് കിഡ്നി ഇവിടെ വെച്ചിട്ട് പോയിക്കോ. അലാവുദ്ദീൻ അത്ഭുത വിളക്കില് അങ്ങനത്തെ ഒരു ഇതില്ലായിനോ, മറ്റേ ജാസ്മിന്റെ ഇങ്ങനെ വരയ്ക്കുന്ന സാധനം, ചോപ്പ്. പക്ഷെ ഭൂതം വരണ്ടേ? ഇതൊരു ഭൂതം ഉണ്ടായിരുന്നു സുഖായില്ലേ? നോക്ക്, നല്ല ബുദ്ധിയാ. ഭൂതത്തിന് ഇത്ര വിവരൊക്കെ എന്തിനാണിത്? എന്തിനാണ് നമുക്ക് വളയിട്ട് കളിക്കാൻ? ഇതെന്തോ മതി 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 മതി. അത് കഴിവുള്ള ആൾക്കാർക്കുള്ള നമുക്കുള്ളതല്ല. റീത്തോ നന്ദരേച്ചി ഇതൊക്കെ എന്തുട്ടാ എന്തുട്ടാ റീത്ത് ഇപ്പോൾ ഭയങ്കര പരിഷ്കാരം. പക്ഷെ അത് ഇങ്ങനെയല്ലായിരുന്നു, അത് റെഡും വൈറ്റും. ഇത് എനിക്ക് ഇങ്ങനത്തെ വേണം. അതിന് എത്ര എന്താ അറിയില്ല. പക്ഷെ നന്ദോട് ഞങ്ങൾക്ക് മന്തി വാങ്ങി തരുന്ന ഇത് ക്യൂട്ട്നെസ് അല്ല ഗൈസ്, വേറെ എന്തോ ആണ്. പക്ഷെ ചാണകയുടെ എക്സ്പ്രഷൻ അതിന് കുഞ്ഞു വേണം. എന്താണ് എനിക്ക് പറയേണ്ടത്? ചെക്കൻ ടെററാന്ന് തോന്നുന്നു. ചെക്കൻ എന്താണ് തോന്നുന്നത് ഇവിടെ വന്നിട്ട്? ഗൈസ് അവർ ജെല്ലല്ല ഗൈസ്, ജെല്ലായില്ല. ഒരു കച്ചറുണ്ടാക്കിയാൽ മതി ഗൈസ്. നമ്മുടെ പണ്ടത്തെ മയത്തുള്ളി പൊട്ട്, ഇതാ മയത്തുള്ളി പൊട്ട്, മയത്തുള്ളി പൊട്ട്. ഇത് 3 എണ്ണൊക്കെ ഒട്ടിച്ച് ഇൻഡിപെൻഡൻസ് ഡേക്ക് പോകാനും. ഓറഞ്ചും പച്ചയും. വേണ്ട, കോപ്പിറൈറ്റ് വരും. എന്റെ പാരമായിട്ട് കൈ കാണിക്കുന്ന ഉള്ളിത്തോടൊട്ടിച്ച നെയിൽ പോളിഷ് ഇല്ല. ഇത് വായിക്കുന്നത് എന്തിനാ? 30 രൂപ ഉണ്ടെങ്കിൽ നമുക്ക്, പക്ഷെ 30 രൂപ ഇല്ല പടട്ട്. നമുക്ക് പണിയായിട്ടില്ലേ? ഇങ്ങനെ ഇതോടൊക്കെ ഇങ്ങനെ എടുത്തു പോകണം. ഓക്കെ ഓക്കെ, രണ്ടൊക്കെ ഒരുമിച്ച് തരട്ടോ, ആരെയും കൂട്ടാണ്ട്. ഇത് നോക്ക് നല്ല ഭംഗിയില്ലേ? ഈ മങ്ങിപ്പോയി. മയത്തുള്ളി പൊട്ടില്ലായതല്ലേ പറഞ്ഞേ. ഇത് ഞാൻ നന്ദരേച്ചിക്ക് വാങ്ങിക്കൊടുക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ ഞാൻ വാങ്ങിക്കൊടുക്കുന്നില്ല. കാരണം നന്ദരേച്ചിക്ക് കഴിവില്ല. കൈവേറി പോലും. ഇതാണ് മെർമെയ്ഡ്. നോക്കെന്താ ചെയ്യാ? മെർമെയ്ഡ് എന്താ വെച്ചാൽ ഇങ്ങനെ കേട്ടോ വെക്കാം. അതര ശില്പങ്ങൾ ഇതൊക്കെ വില ഓൽക്ക് വയ്യ. അറിയില്ല, ഇതൊക്കെ പറ്റിക്കലാണ്. പണ്ട് അന്തരീക്ഷം ഇങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നു. വല്യമ്മ
പക്ഷെ നന്ദന വല്യമ്മ യൂസ് ചെയ്യാറില്ല. ഞാൻ പല സ്ഥലത്തോ ഡബിൾ മീനിങ് എടുക്കരുത്. നോ ഡർട്ടി വേർഡ്സ്, നോ ഡർട്ടി പീസ്. ഓക്കെ, എല്ലാം ഉണ്ട്. ഇത് വാങ്ങി എല്ലാം കിട്ടും. അതിനേക്കാട് നല്ല ഒന്നും കിട്ടാത്ത. പക്ഷെ രസമില്ലല്ലേ കാണാൻ? എടുക്കണ്ട. ഇത് ചോക്കോ ചോക്കല്ല, ചാക്ക്. അന്തരിച്ചാ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. എനിക്ക് ഫോട്ടോ കാണാൻ എന്താ ഒരു ഓർമ്മയില്ല. ലച്ചുവിന്റെ മറ്റേ ഫോട്ടോ ഇല്ല. പ്രകാശം മിലു ആൺകുട്ടിയാണ്, അപ്പൊ പ്രസവിക്കാനില്ല. മിലുക്ക് പ്രസവിക്കാനില്ലടാ. ഇങ്ങനെ എന്ത് തേങ്ങ പറയുന്നത്? ഇല്ല, മനസ്സിലാവണ്ട. ചെരുപ്പൊക്കെ തുറക്കാനുണ്ട് കൈസ്. പക്ഷെ എന്റെ കാലി മണിയാക്കിക്കോ. വിവരമില്ല അത്ര അങ്ങനെ പറയും. പക്ഷെ ആക്ച്വലി എന്റെ കാലിൽ അൾട്ടയാണ്. ആ പാങ്ങിയോട് പൈസ ഒന്നും നോക്കണ്ട. ഞാൻ പൈസ നോക്കൂല. പിന്നെ എന്താ നോക്കുന്നത്? അതിന്റെ ടാഗിൽ ഡ്രസ് ഉണ്ടോ നോക്കല? പൈസ ഇത്ര ആർക്കർക്ക് വല്യമ്മക്ക് ഇത് വാങ്ങിക്കൊടുക്കും. വല്യമ്മക്ക് ഇങ്ങനത്തെ വല്യമ്മ ഇങ്ങനത്തെ കളർ വേണമെന്നുണ്ടെങ്കിൽ മെറൂൺ കളർ. ഇതെനിക്ക് ഇഷ്ടമായിട്ടോ. അത് നല്ല രസമുണ്ട്. നല്ല വൃത്തി ഉണ്ടാവാണ്. ഇതെനിക്ക് ഇഷ്ടമായിട്ടോ. അതോ കുടിക്കാൻ സാധനം നിർത്തിണ്ടാക്കി. ഇഷ്ടമായി. രസമുണ്ട്. സ്റ്റോപ്പാണ്. ഇത് എവിടെ നിർത്തും? അവിടെ വെക്ക്. ഏതെങ്കിലും ഒരു സാധനം ഇവിടുന്ന് എടുത്ത അവിടെ വെക്കാൻ പറ്റും. ഇവിടെ വെച്ചത് ആടുന്നല്ല, പക്ഷെ ആടന്നോട്ടെ. എൻ്റെ കല്യാണത്തിന് ഞങ്ങൾക്ക് ഒന്ന് വാങ്ങി തരുന്നുണ്ട്. നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ അച്ഛനും അമ്മയ്ക്ക് എന്നോട് തീരെ സ്നേഹമില്ല. ഞാനൊരു സാധനം വാങ്ങിത്തരാൻ മറ്റേ വാങ്ങി തരുന്നുണ്ട്. ഞാൻ സ്റ്റിക്കി നോട്ട് വാങ്ങിത്തരാൻ മറ്റേ വാങ്ങി തരും. ഈ സാധനം എനിക്ക് വേണം. ഇതെടുക്കട്ടെ. ഓ, ഇതെടുത്തോ. നല്ല 200. ക്യൂട്ടായില്ലേ? എന്താണ്? ഓ, കൊറേ കുപ്പി ഇറക്കുന്ന വെള്ളം കൊണ്ട്. അതന്നെ ഞാൻ പറഞ്ഞ. ഒരു പൗച്ച് വാങ്ങിക്കോട്. കുപ്പി ഇറക്കുന്ന വെള്ളം അല്ല, വെള്ളം നിറയ്ക്കുന്ന കുപ്പി. വെള്ളക്കുപ്പി ഇതിനുള്ളിൽ കൂടി കയ്യിൽ ഇങ്ങനെയൊക്കെ കൊണ്ടുപോവാ. അതറിയോ, നമ്മള് ചോറൊക്കെ തിന്നുമ്പോല്ലേ, നമ്മള് ചോറ് ഇടയിൽ വെക്കാണില്ലെങ്കിൽ ചോറ് നല്ലൊരു ബുദ്ധിയാ. എന്താ അലാറമോ? ഇതൊക്കെ കൊണ്ടുപോകാൻ കുട്ടികളെ രണ്ടാൾക്കാരെ വേറെ കൊണ്ടോണ്ടിരും. കൂട്ടത്തിൽ രണ്ടാളും കൂടെ അമ്മ അച്ഛ ഒരാളെ വെച്ചിട്ട് എന്തിനാ കുപ്പി പിടിക്കാനാ? സോറി ഗൈസ്, ഞാൻ എടുത്ത് വെക്കാം. അല്ലാണ്ട് എല്ലാ ചെരുപ്പിട്ട് ചെയ്ത് അതും വെള്ളം കുടിക്കാനുള്ള നമ്മളൊക്കെയാണ് ഒന്ന് പൊട്ടിച്ച് നോക്കടി. ഹാപ്പിയാണോ പറ. എവിടെയാ പോണ്ടേ? നമ്മൾ നെസ്റ്റോയിലേക്ക് പോവാം. നമ്മളിപ്പോ എവിടെയാണുള്ളത്? നെസ്റ്റോ പോവാൻ. നേരത്തെ ജുമാട്ട് കയറി സാധനങ്ങളൊക്കെ വാങ്ങി സാധനം ബാക്കിൽ വെക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ നെസ്റ്റോയിലെത്തി.
ഇവിടെ അതുണ്ടോ മെൻസ്ട്രൽ കപ്പ് ഉണ്ടായിരിക്കും, എല്ലാം ഉണ്ട്. നിങ്ങളിപ്പം മിലോക്കി ഫുഡ് വാങ്ങാണ് ഗൈസ്. കാണുമ്പോൾ വാങ്ങണം എന്ന് തോന്നുന്നുണ്ട്. വാങ്ങാം. കിൻഡർ ജോയ് ഒക്കെ വാങ്ങിയാലോ, ഗാലക്സി വാങ്ങിയാലോ, ഇത് വാങ്ങിയാലോ. ഓ മൈ ഗോഡ്. ഞങ്ങൾ നെസ്റ്റോന്ന് പർച്ചേസൊക്കെ ചെയ്ത് ഞങ്ങളിപ്പോൾ മോളിൽ നിന്ന് ഇറങ്ങി. ഇനി അടുത്ത ഞങ്ങൾക്ക് ഫുഡ് എവിടുന്ന ഫുഡ് കഴിക്കുന്നത് ഹോളയോ. ഞങ്ങൾ നന്ദനേച്ചിയുടെ ആൾക്കാരെ കാണാൻ പോവാണ് ഗൈസ്. ഇനി ഫുഡ് തട്ടുദോശ കഴിക്കാനാണ് ഞങ്ങളെ പ്ലാൻ. നല്ലോണം വിശക്കുന്നുണ്ട്. ഞങ്ങളെല്ലാം പർച്ചേസൊക്കെ ചെയ്ത് സൂഫി പോയി മന്തി ഇഷ്ടമാണ്.